ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ് അന്നഹു യഖാലു പറയപ്പെടുന്നുണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന 5 രാവുകളുണ്ട് ദുആഇന് ഇജാബത്താണ് ഖംസു ലയാലിൻ ലാ യുറദ്ദു ഫീഹാ ദുആഉൻ 5 രാത്രികൾ ശ്രദ്ധിക്കണേ 5 രാത്രികൾ പരിപൂർണമായി ഇജാബത്താണ് ദുആഇന് ഉത്തരം കിട്ടണമെങ്കിൽ 5 രാത്രിയെ ശ്രദ്ധിക്കണം. ഒന്ന് ശരിക്കും മനസ്സിലാക്കണം, 5 രാത്രികൾ ദുആ ഇരുന്നാൽ ഉറപ്പാണ്, ഉത്തരം ഉറപ്പാണ്. ഏതാ? മഗ്രിബ് മുതൽക്ക്, മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചത് മുതൽക്ക് സുബഹിയുടെ ബാങ്ക് വരെയുള്ള സമയം, അതാണല്ലോ രാവെന്ന് കണക്കാക്കുക. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ് അവ്വലു ലൈലത്തിൻ മിൻ റജബ്, പവിത്രമാക്കപ്പെട്ടതാകുന്ന റജബിന്റെ ആദ്യ രാവാണ്. ദുആഇന് ഇജാബത്താണ്. അല്ലാഹു ചോദിച്ചു വാങ്ങാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ ആ രാത്രി ഉറക്കമൊഴിക്കാനുള്ള രാത്രിയാണ്. നിർനിദ്രനായി ഉറങ്ങാതെ അള്ളാഹുവിലേക്ക് ആ രാത്രി ഇബാദത്തെടുത്തുകൊണ്ട് നിലകൊള്ളണം. ലൈലത്തുൽ ഖദ്റിനെ പരിഗണിക്കുന്നത് പോലെ പരിഗണിക്കേണ്ട ഒരു രാവാണ് റജബിന്റെ ആദ്യ രാവ്. ദുആഇന് ഇജാബത്ത് ഉറപ്പാണ്. ഇത് വർഷത്തിൽ ഒന്നേ ഉള്ളൂ, മനസ്സിലാക്കണം. ഇനി അടുത്ത കൊല്ലമേ ഈ ഒരു ദിവസം വരുള്ളൂ. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ് രണ്ടാമത്തെ രാവ് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, പരിശുദ്ധമാക്കപ്പെട്ട ശഅബാനിന്റെ 15-ാം രാവാണ്. ബറാഅത്ത് രാവാണ്. രണ്ടാമതായി ശ്രേഷ്ഠതയുള്ള രാവ് എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ദുആഇന് ഇജാബത്ത് ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് വരുന്നുള്ള അടുത്ത മാസം 15-ാം രാവാണ്. ഇപ്പോഴേ ഒന്ന് മനസ്സിൽ കുറിച്ചു വെച്ചോണം, ഉമ്മമാര് മറന്നു പോകരുത്. ശഅബാനിന്റെ പിറ കണ്ടു കഴിയുമ്പോൾ എന്നാണ് അതിന്റെ രാവ് വരുന്നത് നോക്കി 15-ന്റെ രാവ് അഥവാ 14-ാം രാത്രി, അങ്ങനെയല്ലേ ഇവിടെ പറയാ, സൂര്യൻ അസ്തമിച്ചിട്ട് ഉള്ളതാകുന്ന രാത്രി, അങ്ങനെയല്ലേ ഇവിടെ പറയാ. കാസർഗോഡ് ഒരു വെറൈറ്റി ആയിട്ടാണ് പറയുക. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ആ 15-ാം രാവ് അത് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. പിന്നെയോ മൂന്നാമത്തെ രാവേദ വലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാവാണ്. എല്ലാ ആഴ്ചകളിലും നിങ്ങൾക്ക് കിട്ടുന്നതായ രാവാണ് എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. 3 രാത്രികൾ ശാഫിഈ ഇമാമു രേഖപ്പെടുത്തി. ഒന്ന് പവിത്രമായ റജബിന്റെ രാവാണ്, ആദ്യ രാവാണ്. രണ്ടാമത്തത് ശഅബാനിൻ്റെതാകുന്ന പകുതിയുടെ രാവാണ്, 15-ാം രാവാണ്. മൂന്നാമത്തത് പവിത്രമാക്കപ്പെട്ടതായ വെള്ളിയാഴ്ച രാവാണ്. 4ഉം 5ഉം ശാഫിഈ ഇമാമു രേഖപ്പെടുത്തുകയാണ് ചെറിയ പെരുന്നാളിന്റെ രാവാണ്, വലിയ പെരുന്നാളിന്റെ രാവാണ്. ഈ 5 രാത്രികൾ ദുആഇന് ഇജാബത്താണ്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ചെറിയ പെരുന്നാൾ രാവ് ഈദുൽ ഫിത്ർ, വലൈലത്ത് ഈദുൽ ഫിത്ർ, വലൈലത്ത് ഈദുൽ അദ്ഹ, വലിയ പെരുന്നാൾ രാവ്. ഈ 2 രാവും മിക്ക ആളുകളും ശ്രദ്ധിക്കില്ല, രാവ് ശ്രദ്ധിക്കലില്ല. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു പെരുന്നാളുകൾ രാവ്, ഈ 2 പെരുന്നാളും, ചെറിയ പെരുന്നാൾ രാവും വലിയ പെരുന്നാൾ രാവും എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന രാവാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളിൽ ആരെങ്കിലും ഈ പറഞ്ഞ 5 രാവുകൾ ഉപയോഗപ്പെടുത്തിയവരുണ്ടോ എന്ന് ചിന്തിക്കണം. ചിലപ്പോ വെള്ളിയാഴ്ച രാവ് എന്തെങ്കിലും ഒന്ന് ഓതിയാൽ 3 വട്ടം സൂറത്തുൽ കഹ്ഫ് ഓതേണ്ടതാണ് വെള്ളിയാഴ്ച ദിവസം. അതിൽ ഒന്ന് പറഞ്ഞിട്ടുള്ളത് ഈ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചതാകുന്ന ഈ രാത്രിയിൽ 1 പ്രാവശ്യം സൂറത്തുൽ കഹ്ഫ് ഓതണം. വെള്ളിയാഴ്ച രാവിലെ സുബഹി കഴിഞ്ഞ് മറ്റൊന്ന് ഓതണം. പിന്നെ ജുമുഅയ്ക്ക് മുമ്പായിട്ട് 3ാമത്തെ ഓതണം. 3 വട്ടം ഓതണമെന്ന് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ രേഖപ്പെടുത്തിയതായി കാണാം.